സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേറ്റ് സിലബസിന്റെ 10ാം ക്ലാസ്സിലെ ഫിസിക്സ് സബ്ജക്റ്റ് ആണ് ഞാൻ എടുക്കുന്നത്. എന്റെ പേര് കല്യാണി കൃഷ്ണൻ, ഞാൻ കൊട്ടാരക്കര സ്വദേശിയാണ്. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾക്കും എന്റെ എല്ലാവിധ വിജയാശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് വേവ് മോഷൻ അഥവാ തരംഗചലനം. എന്താണ് വേവ് മോഷൻ? The transfer of energy from one point to another through a medium due to the vibration of particles in the medium is called the wave motion. ഇത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എനർജി അഥവാ ഊർജം ട്രാൻസ്ഫർ ചെയ്തു. ഏതിലൂടെ പോകുന്നത്? ഒരു മീഡിയത്തിലൂടെ. മീഡിയം എന്ന് പറയുമ്പോൾ അത് എയർ ആവാം, അല്ലെങ്കിൽ വാട്ടർ ആവാം. എങ്ങനെയായാലും ഒരു മീഡിയത്തിലൂടെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്തു പോകുന്ന മോഷനെ പറയുന്ന പേരാണ് വേവ് മോഷൻ. ഇനി വേവ് മോഷന്റെ മറ്റൊരു പ്രത്യേകത നോക്കാം. പാർട്ടിക്കിൾസ്, മീഡിയത്തിനകത്തുള്ള പാർട്ടിക്കിൾസ് ഡു നോട്ട് അണ്ടർഗോ ഡിസ്പ്ലേസ്മെന്റ് ഓർ ചേഞ്ച് ഇൻ ദെയർ പൊസിഷൻ. ആ ഏത് മീഡിയത്തിലൂടെയാണോ വേവ് മോഷൻ നടത്തുന്നത്, ആ മീഡിയത്തിനകത്തുള്ള പാർട്ടിക്കിൾസ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചലിക്കുന്നില്ല. പക്ഷെ അവ ഇപ്പോ ഏത് പോയിന്റിലാണോ അവിടെ നിന്നുകൊണ്ട് മുകളിലേക്കും താഴേക്കുമുള്ള മോഷൻ മാത്രമേ നടത്തുള്ളൂ. അതിനെയാണ് വൈബ്രേറ്ററി മോഷൻ അഥവാ അങ്ങനെയുള്ള മോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, during a wave motion, the energy received by a particle in the medium will transfer to the adjacent particle and so on. ഒരു പാർട്ടിക്കിളിന് കിട്ടുന്ന എനർജി, ഊർജം മറ്റൊരു പാർട്ടിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് അടുത്ത പാർട്ടിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ കൈമാറ്റം ചെയ്തു പോകുന്ന മോഷനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് പറയുന്നത്. അന്നേരം വേവ് മോഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് നോട്ട് ചെയ്തെടുക്കാം. The transfer of energy from one point to another through a medium due to the vibration of the particles in the medium is called the wave motion. രണ്ടാമത്തെ പോയിന്റ്, the particles in the medium do not undergo displacement. അഥവാ സ്ഥാനാന്തരം എന്നാണ് ഡിസ്പ്ലേസ്മെന്റിന് മലയാളത്തിൽ പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ചലനത്തെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. പാർട്ടിക്കിൾസിന് സ്ഥാനാന്തരം ഉണ്ടാവുകയില്ല. പാർട്ടിക്കിൾസ് ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ വൈബ്രേറ്ററി മോഷൻ കാഴ്ചവെക്കത്തേ ഉള്ളൂ. വൈബ്രേറ്ററി മോഷൻ എന്ന് വെച്ചാൽ കമ്പനം. Particles only undergo a vibratory motion in the equilibrium position. During a wave motion, the energy received by the particle in the medium get transferred to the adjacent particle and so on. ഒരു പാർട്ടിക്കിളിൽ നിന്ന് കിട്ടുന്ന എനർജി അടുത്ത പാർട്ടിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അത് അടുത്ത പാർട്ടിക്കിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് എനർജി, ഊർജം ഒരു പാർട്ടിക്കിളിൽ നിന്നും അടുത്തൊരു പാർട്ടിക്കിളിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ് വേവ് മോഷനിൽ സംഭവിക്കുന്നത്. വേവ് മോഷൻ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ കല്ലിടുമ്പോൾ ഉണ്ടാകുന്ന വേവ് മോഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചുമ്മാ ഒരു വെള്ളത്തിലേക്ക് കല്ലിട്ടിടുമ്പോൾ നമുക്ക് റിപ്പിൾസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഒരു മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഓളങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അത് വേവ് മോഷൻ്റെ ഉദാഹരണമാണ്. ഇത്രയാണ് അതിന്റെ ഇൻട്രൊഡക്ടറി പോർഷനിൽ വരുന്നത്. വേവ്സ് അഥവാ തരംഗങ്ങളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് മെക്കാനിക്കൽ വേവ്സ് എന്നും രണ്ടാമത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. മെക്കാനിക്കൽ വേവ്സിനെ യാന്ത്രിക തരംഗങ്ങളാണ് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സോ വൈദ്യുത കാന്തിക തരംഗങ്ങൾ. ഇനി നോക്കാം മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സിന്റെ പ്രത്യേകതകളാണ്: എ മീഡിയം ഈസ് റിക്വയർഡ് ഫോർ ദെയർ പ്രൊപ്പഗേഷൻ അഥവാ പ്രസരണത്തിന് മാധ്യമം ആവശ്യമാണ്. ഒരു മാധ്യമം ഇല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സിന് സഞ്ചരിക്കാൻ പറ്റില്ല. മെക്കാനിക്കൽ വേവ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധ്യമല്ല. മെക്കാനിക്കൽ വേവ്സിന്റെ ഉദാഹരണമാണ് സൗണ്ട് വേവ്സ്, നമ്മുടെ ശബ്ദ തരംഗങ്ങൾ. പിന്നെ വേവ്സ് ഫോമിംഗ് അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാവുന്ന വേവ്സ്, നമ്മൾ കല്ലെറിയുമ്പോൾ ഉണ്ടാവുന്ന വേവ്സ്, ഇതൊക്കെ മെക്കാനിക്കൽ വേവ്സിന്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ഇനി മെക്കാനിക്കൽ വേവ്സിനെ നമുക്കറിയാം, മെക്കാനിക്കൽ വേവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രാൻസ്വേഴ്സ് വേവ്സ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, അനുദൈർഘ്യ തരംഗങ്ങൾ. ഏതൊക്കെയാ? മെക്കാനിക്കൽ വേവ്സിനെ. അന്നേരം നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് മെക്കാനിക്കൽ വേവ്സ് ആണ്. മെക്കാനിക്കൽ വേവ്സിനെ രണ്ടായിട്ട് നമുക്ക് തരത്തിരിക്കാം. ട്രാൻസ്വേഴ്സ് വേവ്സ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങളെന്നും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അഥവാ അനുദൈർഘ്യ തരംഗങ്ങളെന്നും. അങ്ങനെ അത് കഴിഞ്ഞ്
ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. നിങ്ങൾ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല, വലിയ പ്രാധാന്യമില്ല. ഉയർന്ന ക്ലാസ്സുകളിലാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റി പഠിക്കാനുള്ളത്. എന്നാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും മനസ്സിലാക്കിയിരിക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ആ പേരിൽ നിന്ന് തന്നെയുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് അഥവാ വൈദ്യുത കാന്തിക. വൈദ്യുതി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇതിനെപ്പറ്റി അറിയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. ഇതിനെപ്പറ്റി ഉയർന്ന ക്ലാസ്സുകളിൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. തൽക്കാലം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഫോംഡ് ഡ്യൂ ടു ദ ചേഞ്ചിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. വൈദ്യുത കാന്തിക മണ്ഡലത്തിന്റെയും കാന്തിക മണ്ഡലത്തിന്റെയും സമന്വിത തരംഗ രൂപമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. There is no need of medium for their propagation. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സഞ്ചാരത്തിന് അവയ്ക്ക് മീഡിയം ആവശ്യമില്ല. മാധ്യമത്തിലൂടെയും കടന്നു പോകാം, മാധ്യമമില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്കറിയാം റേഡിയോ തരംഗങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. റേഡിയോ വേവ്സ് ഒക്കെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഗണത്തിൽ പെടുത്താവുന്നതാണ്. അവയ്ക്ക് മാധ്യമം ഇല്ലെങ്കിൽ നമുക്ക് ഔട്ടർ സ്പേസിൽ നിന്നൊക്കെ വരുന്നതാണ് റേഡിയോ വേവ്സ്. നമ്മുടെ ഭൂമിയുടെ വെളിയിൽ നിന്നും അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ഇടത്തു നിന്നും വരുന്നതാണ് റേഡിയോ വേവ്സ് ഒക്കെ. അത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. റേഡിയോ വേവ്സ്, അതേപോലെ ലൈറ്റ് വേവ്സ്, പിന്നെ ഇൻഫ്രാറെഡ് വേവ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻ, ഇതൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഗണത്തിൽ പെടുത്താവുന്നതാണ്. അന്നേരം വേവ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെക്കാനിക്കൽ വേവ്സ് എന്നും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നും. മെക്കാനിക്കൽ വേവ്സ് എത്ര തരമുണ്ട്? 2 തരമുണ്ട്. ട്രാൻസ്വേഴ്സ് വേവ്സ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങളെന്നും ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് അനുദൈർഘ്യ തരംഗങ്ങളെന്നും ക്ലാസിഫൈ ചെയ്യാം. അന്നേരം ഈ സെക്ഷൻ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല തൽക്കാലത്തേക്ക്. ഇത് നോക്കുക, മെക്കാനിക്കൽ വേവ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കാനുള്ളത്. അത് ട്രാൻസ്വേഴ്സ് വേവ് എന്നും ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്നും രണ്ടായിട്ട് നമുക്ക് തന്നെ ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇതിനെ നമുക്ക് കൂടുതലായിട്ട് അറിയാം. ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്താണ്. അതിൽ ആദ്യമായി നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്താണ്, അനുപ്രസ്ഥ തരംഗങ്ങൾ എന്താണ് പഠിക്കാം. The particles in the medium vibrate in a direction perpendicular to the direction of propagation of wave. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, വേവ് സഞ്ചരിക്കുന്ന ഏത് ദിശയിലാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ലംബമായിട്ടായിരിക്കും അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ സഞ്ചാരം. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്ത് നോക്കാം. ഒരു കയറെടുക്കുക, കയറിന്റെ ഒരറ്റം ഏതെങ്കിലും ഒരു ഉറപ്പുള്ള ഭാഗത്തേക്ക് കെട്ടുക, ബന്ധിക്കുക. ഫ്രീ ആയിട്ട് കിടക്കുന്ന അറ്റത്ത് നിന്നും നിങ്ങൾ മുകളിലേക്കും താഴേക്കും കയറിനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ ഒരു മോഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. മുകളിലോട്ടും താഴോട്ടും, മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെയുള്ളൊരു മോഷൻ നമുക്ക് കാണാൻ സാധിക്കും. അന്നേരം കയറിനകത്ത് എവിടെയെങ്കിലും ഒരു റിബൺ, നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള കാണാൻ സാധിക്കുന്ന രീതിയിൽ ഒരു റിബൺ കെട്ടിയിരുന്നാൽ ആ റിബൺ എങ്ങനെയാണ് ചലിക്കുന്നതെന്നും കൂടെ ശ്രദ്ധിച്ച് എങ്ങനെയായിരിക്കും മുകളിലോട്ടും താഴോട്ടും മാറും. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് ആ റിബൺ സഞ്ചരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കില്ല, പക്ഷെ മുകളിലേക്കും താഴേക്കും മാത്രം സഞ്ചരിക്കുന്നതായിട്ട് കാണാം. ഇതേപോലെയാണ് ട്രാൻസ്വേഴ്സ് വേവ്സിലെ പാർട്ടിക്കിൾസ് എല്ലാം. എവിടെ ഏത് പോയിന്റിലെ പാർട്ടിക്കിളും അങ്ങനെയാണ്, മുകളിലേക്കും താഴേക്കും മാത്രമേ ഉള്ളൂ അതിന്റെ സഞ്ചാരം. ഇതാണ് ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ ഒരു പ്രത്യേകത. അന്നേരം ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ പ്രത്യേകത എന്താ? The particles in the medium vibrates in a direction perpendicular to the direction of propagation of wave. Propagation means അതിന്റെ സഞ്ചാരത്തിന് വേവ് എങ്ങോട്ടാണോ ചലിക്കുന്നത് ആ ചലന ദിശയ്ക്ക് ലംബമായിട്ടായിരിക്കും അതിനകത്തുള്ള പാർട്ടിക്കിൾസ്, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിനകത്തുള്ള പാർട്ടിക്കിൾസ് സഞ്ചരിക്കുന്നത്. ട്രാൻസ്വേഴ്സ് വേവിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി ട്രാൻസ്വേഴ്സ് വേവിന് ചില പ്രത്യേകതകൾ, ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് വേവ് ലെങ്ത്, അതേപോലെ ആംപ്ലിറ്റ്യൂഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ട്രാൻസ്വേഴ്സ് വേവ്സിനുണ്ട്. ഞാൻ ഒരു ട്രാൻസ്വേഴ്സ് വേവ് വരച്ചിട്ടുണ്ട്, നോക്കി. വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റും അതിന്റെ സ്ഥാനാന്തരവും, എക്സ് ആക്സിസിലൂടെ ഞാൻ സഞ്ചരിക്കുന്ന ദൂരവുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും വേവ് ഒ, എ, ബി, സി, ഡി, ഇ ഇങ്ങനെയുള്ള പോയിന്റ്സ് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് ആദ്യം നോക്കാം, എന്നിട്ട് ഫിഗറിലേക്ക് തിരിച്ചു വരാം. എന്താണ് ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്ന് മലയാളത്തിൽ പറയും. The maximum
മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം എക്സ് ആക്സിസിൽ നിന്നും നമ്മുടെ ഒരു പാർട്ടിക്കിളിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അത് മുകളിലോട്ടും ആവാം താഴോട്ടും ആവാം. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ പരമാവധി സ്ഥാനാന്തരം, അത് മുകളിലേക്ക് സഞ്ചരിക്കാണ്ട്. എ എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ച്, എക്സ് ആക്സിസിൽ നിന്നും പരമാവധി മുകളിലേക്ക് പോയേക്കുന്ന പോയിന്റ് അല്ലേ എ. ഇവിടെയാണെങ്കിലോ ഇ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ആണെങ്കിലോ ഐ എന്ന് പറയുന്ന പോയിന്റ്. അതേപോലെ താഴേക്ക് നോക്കുക, പരമാവധി താഴോട്ടായിട്ട് കുഴപ്പമില്ല, പരമാവധി സി എന്ന് പറയുന്ന പോയിന്റിലും പരമാവധി ജി എന്ന് പറയുന്ന പോയിന്റിലും വന്നിരിക്കുന്നു അല്ലെ. സോ ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഒക്കേഴ്സ് അറ്റ് പോയിന്റ് എ സി ഇ ജി ഐ. അങ്ങനെ ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പരമാവധി എത്രമാത്രം ഉയരത്തിലേക്ക് നമ്മുടെ എക്സ് ആക്സിസിൽ നിന്നും വേവിന് സഞ്ചരിക്കാൻ കഴിയുന്നു, മുകളിലേക്ക് പോകാൻ കഴിയുന്നു, അതിനെയാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്ന് പറയുന്നത്. എ എന്ന ലെറ്റർ കൊണ്ടാണ് ആംപ്ലിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നത്. സ്ഥാനാന്തരത്തിന്റെ അതേ യൂണിറ്റ് സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ. ഞാനിവിടെ ഒരു വേവ് ചിത്രീകരിച്ചിട്ടുണ്ട്. യു ക്യാൻ സി എക്സ് ആക്സിസിലൂടെ കടന്നു പോകുന്ന ഒരു വേവിനെ കാണിച്ചിട്ടുണ്ട്. മുകളിലേക്ക് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സി ദ വേവ്. ആ വേവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. എക്സ് ആക്സിസിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെ എന്തെന്ന് വിളിക്കും? എക്സ് ആക്സിസിൽ നിന്നും, ഇതാണ് എക്സ് ആക്സിസിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെ നിങ്ങൾക്ക് ക്രസ്റ്റ് എന്ന് വിളിക്കും. എന്താ ക്രസ്റ്റ് അഥവാ ശൃംഖങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. താഴ്ന്നു നിൽക്കുന്ന എക്സ് ആക്സിസിൽ നിന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളെ എന്തെന്ന് പറയും? ട്രഫ് എന്ന് പറയും. എക്സ് ആക്സിസിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെ ക്രസ്റ്റ് എന്നും എക്സ് ആക്സിസിൽ നിന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളെ നിങ്ങൾ ട്രഫ് എന്ന് പറയുന്ന അഥവാ ഗർത്തങ്ങൾ എന്ന് മലയാളത്തിൽ പറയാം. The particle A, E, I have the same state of vibration. A എന്ന് പറയുന്ന പാർട്ടിക്കിളിനും E എന്ന് പറയുന്ന പാർട്ടിക്കിളിനും I എന്ന് പറയുന്ന പാർട്ടിക്കിളിനും എല്ലാം ഒരേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ അല്ലേ, ഒരേപോലെ അല്ലേ, ഉയർന്ന ഭാഗത്ത് നിൽക്കുന്ന പാർട്ടിക്കിൾസ് അല്ലേ. അതേപോലെ പാർട്ടിക്കിൾസ് ലൈക്ക് സി ജി ഇവയ്ക്കെല്ലാം ഒരേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ആണ്. ഇതേപോലെ ഒരേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ അറ്റ് എ ടൈം ടി എന്ന് പറയുന്ന സമയത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വേവ് എടുത്താൽ ഒരേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനിലുള്ള ഒരുപാട് പാർട്ടിക്കിൾസ് നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ സൂചിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ക്രസ്റ്റിലുള്ള പാർട്ടിക്കിൾസും ട്രഫിലുള്ള പാർട്ടിക്കിൾസുമാണ്. സെയിം സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനിലുള്ള ഒരേ അവസ്ഥയിലിരിക്കുന്ന പാർട്ടിക്കിൾസ് ആണ് എയിലും ഇയിലും ഐയിലും ഉള്ള. അതേപോലെയാണ് സിയിലും ജിയിലും ഉള്ള പാർട്ടിക്കിൾസ് ഒരേ അവസ്ഥയിലാണ്. ഇങ്ങനെ ഒരേ അവസ്ഥയിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരത്തെ നമ്മൾ എന്തെന്ന് പറയും? വേവ് ലെങ്ത് അഥവാ തരംഗ ദൈർഘ്യം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അങ്ങനെ ഒരേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനുള്ള പാർട്ടിക്കിൾസിനെ പറയുന്നത് എന്നാണ്, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരത്തെ പറയുന്നത് എന്നാണ് വേവ് ലെങ്ത്. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ലാംഡ. Now the distance between the particles having the same state of vibration. മറ്റൊരു ഡെഫിനിഷൻ നോക്കാം. The distance between two adjacent crust. അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരം, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരം, ഓർ അഡ്ജസന്റ് ട്രഫ്. അടുത്തടുത്തുള്ള രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരം, അതും വേവ് ലെങ്ത് ആണ്. അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരവും വേവ് ലെങ്ത് ആണ്. അതുകൊണ്ടാണ് ലാംഡ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് ഒരു വേവിന്റെ ലെങ്ത് ആണ് അല്ലെ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വൺ വേവ്. ഒരു വേവ് സഞ്ചരിക്കുന്ന ദൂരം, ഇതിപ്പം ഞാൻ 4 സെന്റിമീറ്റർ എഴുതിയാൽ 4 സെന്റിമീറ്റർ ആണ് അതിന്റെ വേവ് ലെങ്ത്. 2 സെന്റിമീറ്റർ ആണെങ്കിൽ 2 സെന്റിമീറ്റർ. ഓക്കെ, സോ ഒരു ക്രസ്റ്റും ഒരു ട്രഫ്, ഇതാണ് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസിനെയാണ് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വേവ് ലെങ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, സിമ്പിൾ ലാംഡ. നെക്സ്റ്റ് ഇസ് ഫ്രീക്വൻസി. ആവൃത്തി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി ദ നമ്പർ ഓഫ് വേവ്സ് ഒക്കറിംഗ് ഇൻ 1 സെക്കൻഡ്. എന്നാൽ ഇങ്ങനെ കടന്നു പോകുന്ന വേവ് ഒരു സെക്കൻഡില് എത്ര വേവ്സ് ഉണ്ടാകുന്നു, ഒരു സെക്കൻഡില് എത്ര വേവ്സ് ഉണ്ടാകും, അതിനെയാണ് ഫ്രീക്വൻസി അഥവാ ആവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെക്കൻഡിൽ 3 വേവ്സ് ആണെങ്കിൽ നമ്മള് ഫ്രീക്വൻസി എത്രയാണെന്ന് വെച്ചാൽ 3 ഹെഡ്സ്. അതാണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ് എന്ന് പറയുന്നത്. HZ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ പറയാം T സമയം കൊണ്ട് n നമ്പർ ഓഫ് വേവ്സ് ഉണ്ടാകും. T സമയം കൊണ്ട് n നമ്പർ ഓഫ് വേവ്സ് ഉണ്ടാകുമെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന വേവ്സിന്റെ എണ്ണമാണ്
അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി F is equal to N/T എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഉദാഹരണത്തിന് 5 സെക്കൻഡ് കൊണ്ട് 20 വേവ്സ് ഉണ്ടാകുന്നു എന്ന് കരുതുക. 5 സെക്കൻഡ് കൊണ്ട് 20 വേവ്സ് ഉണ്ടാകുന്നെങ്കിൽ ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 20/5 is equal to 4. നമുക്ക് ഫ്രീക്വൻസി ആയിട്ട് ആവൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്തു. എ എന്ന കണിക 5 സെക്കൻഡ് കൊണ്ട് 100 വൈബ്രേഷൻസ് അല്ലെങ്കിൽ 100 വേവ്സ് പൂർത്തിയാക്കുന്നു എങ്കിൽ ഫ്രീക്വൻസി എത്ര? അങ്ങനെ ഒന്നുകൂടെ പറയാം. എ എന്ന കണിക, ഇവിടെ എ എന്ന കണിക കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. എ എന്ന കണിക 5 സെക്കൻഡ് കൊണ്ട് 100 വൈബ്രേഷൻസ് അഥവാ 100 വേവ്സ് പൂർത്തിയാക്കുന്നു എങ്കിൽ ഫ്രീക്വൻസി എത്ര? അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് അതിന്റെ ഉത്തരം പ്രോപ്പറായിട്ട് പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് അയച്ചു തരിക. ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. F is equal to N/T. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഇതുവരെ പഠിപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ടോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഫീച്ചർ നോക്കാം. വെലോസിറ്റി, സ്പീഡ് അറിയായിരിക്കും, ദൂരം. അതിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, മീറ്റർ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം വേവ് സഞ്ചരിക്കുന്നു അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് കൊണ്ട് വേവ് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്. ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ V. V എന്ന ലെറ്റർ ഉണ്ടാകും പറഞ്ഞു. വേവ് ലെങ്ത് ലാംഡ എന്ന് കാണിക്കുന്നുണ്ട്, ഫ്രീക്വൻസി F എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ വെലോസിറ്റി അഥവാ സ്പീഡ് V എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. യൂണിറ്റ് അതിന്റെ മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇതുവരെ പറഞ്ഞ വെലോസിറ്റി, ഫ്രീക്വൻസി, വേവ് ലെങ്ത്. വെലോസിറ്റിയും ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. V is equal to F lambda. V is equal to F lambda. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രോബ്ലം സെക്ഷനിൽ വരുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് വെച്ചിട്ട് ചോദ്യം വരും. ഏതെങ്കിലും 2 എണ്ണം തന്നിരിക്കും. മൂന്നാമത്തത് കണ്ടുപിടിക്കുക. ഇപ്പം വിയും തരും എഫും തരും, ലാംഡ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ എഫ് തരും, ലാംഡ തരും, വി കണ്ടുപിടിക്കുന്നു. V is equal to F lambda. അതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തപ്പോഴാണ് F is equal to V by lambda എന്ന ഇക്വേഷൻ കിട്ടിയത്. നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാം. ഞാനൊരു പ്രോബ്ലം തരാം, നിങ്ങൾ അത് നോട്ട് ചെയ്തെടുക്കുക. If lambda is equal to 4 meter, if lambda is equal to 4 meter, the number of waves occurring in 1 second is 20. ഉണ്ടാകുന്ന ലാംഡ is equal to 4 meter ആണ്. The number of waves occurring in 1 second. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന വേവുകളുടെ എണ്ണം 20 ആണ്. Find the distance traveled by the wave in 1 second. 1 സെക്കൻഡില് വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടെത്തുക. ഞാൻ ഒന്നുകൂടെ പറയാം. If lambda is equal to 4 meter, the number of waves occurring in 1 second is 20. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന വേവുകളുടെ എണ്ണം 20 ആണ്. Find the distance traveled by the wave in 1 second. 1 സെക്കൻഡില് വേവ് സഞ്ചരിച്ച ദൂരം കണ്ടെത്തുക. അതാണ് നമ്മുടെ പ്രോബ്ലം. സോ V is equal to F lambda എന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ട the distance traveled by the wave in 1 second. 1 സെക്കൻഡില് വേവ് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നതാണ് V, സ്പീഡ്, വെലോസിറ്റി എന്ന് പറയും. സോ V ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. F എന്ന് പറയുന്നത് the number of waves occurring in 1 second. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന വേവുകളുടെ എണ്ണം 20 ആണ്. അന്നേരം F എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 20 ഹെഡ്സ് ആണ്. നമ്മൾ V കണ്ടുപിടിക്കണം. ലാംഡ ഇവിടെ തന്നിട്ടുണ്ട്. ലാംഡ is equal to 4. സോ V കണ്ടുപിടിക്കുന്ന V is equal to F lambda. 20 into 4 is equal to 80 meter per second. ഓക്കെ, ഇതാണ് ഒരു പ്രോബ്ലം. സോ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രോബ്ലം ഞാൻ തരാം. നോട്ട് ഡൗൺ ചെയ്തോ. If lambda is equal to 5 meter, if lambda is equal to 5 meter, the number of waves occurring in 1 second is 30. Find the distance traveled by the wave in 1 second. ഇപ്പൊ പോയിന്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല. If lambda is equal to 5 meter, the number of waves occurring in 1 second is 30. Find the distance traveled by the wave in 1 second. So ഇത് നോട്ട് ചെയ്തിട്ട് അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഇട്ടില്ല. നമുക്കിവിടെ 2 വേവ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ആദ്യത്തെ വേവ് 12 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നുണ്ട്.
12 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നതായി കാണാം. ആദ്യത്തെ വേവിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നതാണ്. ആദ്യത്തെ വേവിന്റെ വേവ് ലെങ്ത് എത്ര അറിയാം? ഒരു വേവ് സഞ്ചരിച്ച ദൂരം നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 4 മീറ്ററാണ് ആദ്യത്തെ വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വേവിന്റെ വേവ് ലെങ്തോ 2 മീറ്ററാണ്. ആദ്യത്തെ വേവിന്റെ വേവ് ലെങ്ത് 4 മീറ്ററും രണ്ടാമത്തെ വേവിന്റെ വേവ് ലെങ്ത് 2 മീറ്ററിന് കിട്ടി. ഏത് വേവിനാണ് വേവ് ലെങ്ത് കൂടുതൽ? ആദ്യത്തേനാണോ രണ്ടാമത്തേനാണോ? കാണാം, ആദ്യത്തെ വേവിനാണ് വേവ് ലെങ്ത് കൂടുതൽ. അത് 4 മീറ്റർ ആണ്. രണ്ടാമത്തെ വേവിന് 2 മീറ്ററേ ഉള്ളൂ. ഇനി 0.25 സെക്കൻഡ് കൊണ്ട് വേവ് 12 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ഈ വേവും 0.25 സെക്കൻഡ് കൊണ്ട് 12 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ഈ വേവും 0.25 സെക്കൻഡ് കൊണ്ട് 12 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എന്ന് കരുതുക. 0.25 സെക്കൻഡ് കൊണ്ട് ഈ വേവ് എത്ര വേവ്സ് ഉണ്ടാകുന്നുണ്ട്? ആദ്യത്തെ കേസിൽ എത്ര വേവ്സ് ഉണ്ടാകുന്നുണ്ട്? 1, 2, 3 അല്ലെ? 3 വേവ് 0.25 സെക്കൻഡ് കൊണ്ട് ഇവിടെ ഉണ്ടാകും. അന്നേരം ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫ്രീക്വൻസി n/t എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. n എന്ന് പറയുന്നത് ഇവിടെ 3 ഡിവൈഡഡ് ബൈ 0.25 അല്ലെ? 3 ഡിവൈഡഡ് ബൈ 0.25. 3 ഡിവൈഡഡ് ബൈ 0.25 ഞാൻ ചെയ്ത് കാണിച്ചു തരാം. Frequency is equal to n/t is equal to 3 divided by 0.25 അതെ. 100 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കാം. 300 divided by 25 ഇങ്ങനെ 5 കൊണ്ട് വെട്ടാം. 300നെ 5 കൊണ്ട് വെട്ടിയ 60. 60/5 എത്ര കിട്ടും? 12 ഹെർട്സ് എന്ന്. അന്നേരം ആദ്യത്തെ വേവിന്റെ ഫ്രീക്വൻസി എത്ര കിട്ടി? 12 ഹെർട്സ് എന്ന് കിട്ടി. ഇതേപോലെ 0.25 സെക്കൻഡ് കൊണ്ട് രണ്ടാമത് കാണുന്ന വേവും എത്ര വേവ്സ് ഉണ്ടാവുന്നുണ്ട്? 1, 2, 3, 4, 5, 6 വേവ്സ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ? അന്നേരം 0.25 സെക്കൻഡ് കൊണ്ട് 6 വേവ്സ് ഇവിടെ 12 മീറ്റർ ദൂരത്തിൽ 6 വേവ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുക? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഇതേ ഇക്വേഷൻ n/t ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 0.25. മുകളിലും താഴെ 100 കൊണ്ട് ഗുണിക്കുക എന്നത് 600 ഡിവൈഡഡ് ബൈ 25 വെട്ടുമ്പോൾ കിട്ടും 24 ഹെർട്സ് എന്ന് കിട്ടും. എന്നിട്ട് ആദ്യത്തെ വേവിന്റെ ഫ്രീക്വൻസി 12 ഹെർട്സ് എന്ന് കിട്ടി. രണ്ടാമത്തെ വേവിന്റെ ഫ്രീക്വൻസി നമുക്ക് 24 ഹെർട്സ് എന്ന്. ആദ്യത്തെ വേവിന്റെ വേവ് ലെങ്ത് ലാംഡ എത്രയായിരുന്നു? ലാംഡ 1 ഈസ് ഈക്വൽ ടു 4 മീറ്ററും രണ്ടാമത്തെ വേവിന്റെ ലാംഡ എത്രയായിരുന്നു? ലാംഡ 2 ഈസ് ഈക്വൽ ടു 2 മീറ്റർ ആയിരുന്നു. അന്നേരം ഇവിടെ നമുക്ക് വേവ് ലെങ്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ കിട്ടും. ആദ്യത്തെ വേവിന്റെ ഫ്രീക്വൻസി 12 ഹെർട്സും വേവ് ലെങ്ത് കൂടുതൽ 4 മീറ്റർ. രണ്ടാമത്തെ വേവിന്റെ കേസിൽ അതിന്റെ ഫ്രീക്വൻസി 24 ഹെർട്സും ഫ്രീക്വൻസി കൂടുതലും വേവ് ലെങ്ത് 2 മീറ്റർ ആദ്യത്തെ കാട്ടി കുറവുക. അന്നേരം ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കുറയും. നമ്മൾ ഈ ഇക്വേഷൻ നോക്കിയാൽ മതി. ഇവിടെ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ f=v/λ. ലാംഡ താഴെയാണ് വരുന്നത്. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ വേവ് ലെങ്ത് കുറയും. ഇവിടെ വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി കുറയും. എങ്ങനെയായാലും ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി f is directly proportional to 1/λ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഈ പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ വേവ് ലെങ്ത് കൂടുതലാണ്. പക്ഷെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എത്ര ആവൃത്തി ഉണ്ടാകുന്നുണ്ട്? ഒരുപാട് കുറവല്ലേ? പടത്തിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ 12 മീറ്ററിൽ തന്നെ നമുക്ക് 6 വേവ്സ് ആണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഇവിടെ 12 മീറ്ററിൽ തന്നെ നമുക്ക് 3 വേവ്സേ കിട്ടും. അതിന്റെ ഫ്രീക്വൻസി ഏതാണ് കൂടുതൽ? വേവ് കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേസ്മെന്റ് y ആക്സിസിലും ഡിസ്റ്റൻസ് x ആക്സിസിലും. ഡിസ്റ്റൻസ് മീറ്ററിലും ഡിസ്പ്ലേസ്മെന്റ് സെന്റിമീറ്ററിലും നമ്മൾ y ആക്സിസിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളിത് കണ്ടുപിടിക്കണം. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആയത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വേവ് ലെങ്ത് തരംഗ ദൈർഘ്യം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 0.2 സെക്കൻഡ് കൊണ്ട് വേവ് എയിൽ എ എന്ന പോയിന്റ് കണ്ടു എയിൽ എത്തിയതെങ്കിൽ ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് വെലോസിറ്റി? ഇതിന്റെ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത്രയും കണ്ടുപിടിച്ച് നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണം.
നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഇത് ഗ്രൂപ്പിൽ ഇടാൻ പരമാവധി ശ്രമിക്കുക. ഞാൻ നോക്കി ചെക്ക് ചെയ്ത് തരുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നോട് ഷെയർ ചെയ്യാം. ക്ലാസ് നന്നായോ ഇല്ലയോ എന്നുള്ളതൊക്കെ വിലയിരുത്തലുകളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.